ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും വിജയഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലുള്ള കർണാടക ഗാർഡൻ്റെ ഫ്രണ്ടിലാണ്. അതായത് നമ്മൾ നേരത്തെ പോയത് ഊട്ടി ലേക്കായിരുന്നു. അപ്പോൾ ലേക്കിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറിയാണ് നമുക്ക് കർണാടക ഗാർഡൻ എത്താൻ പറ്റുന്നത്. എൻ്റെ പുറകെ കാണുന്നത് കർണാടക ഗാർഡനാണ്, അതിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ നേരെ നമുക്ക് എൻട്രൻസിലോട്ട് പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറാം. അങ്ങനെ ഇവിടെയാണ് ടിക്കറ്റ് എടുക്കാനുള്ളത്. നമ്മൾ ഒരാൾക്ക് 50 രൂപയാണ്. അങ്ങനെ നമ്മൾ എൻട്രൻസിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ 6 പേർക്ക് ടിക്കറ്റ് എടുത്ത് 300 രൂപയാണ്. എൻട്രൻസിലോട്ട് കയറുകയാണ്. കർണാടക ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഊട്ടിയിലെ കർണാടക ഗാർഡൻ പ്രവർത്തിച്ചു വരുന്നത്. പൂന്തോട്ടങ്ങളുടെയും പാർക്കുകളുടെയും സമ്പത്തിന് പേരുകേട്ട ഈ ഒരു മലയോര പട്ടണത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതു ഉദ്യാനമാണ് കർണാടക ഗാർഡൻ. പഴയ മൈസൂർ രാജവംശത്തിൻ്റെ സ്വത്തായിരുന്നു കർണാടക ഗാർഡൻ. 1964 മഹാരാജാവ് കർണാടക സർക്കാരിന് ഈ ഒരു ഗാർഡൻ സമ്മാനിച്ചു. ഞാനിപ്പോൾ നിലവിൽ കർണാടക ഗാർഡന് അകത്ത് കയറി. അപ്പോൾ ഇവിടെ ഈ ഒരു ഗാർഡൻ എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് ഒരു ഏരിയയിലാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത്. അത്രമാത്രം അടിപൊളിയാണ്. കുറേ കാണാനുണ്ട്. എന്താ അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ഊട്ടിയിൽ വരുന്നവർ ഒരിക്കലെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ഒരു കർണാടക ഗാർഡൻ. നമ്മുടെ ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡൻ കയറുന്നതിനേക്കാളും കുറച്ച് ബെറ്റർ എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നതാണ്. ബൊട്ടാനിക്കൽ ഗാർഡൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, മുമ്പ് ഊട്ടിയിൽ വന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെ അപേക്ഷിച്ച് ഈ കർണാടക ഗാർഡൻ അടിപൊളിയാണ്.
അത്രത്തോളം ഏരിയ ഉണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. 7 മണി വരെയാണ് ഇവിടെ നമുക്ക് നിൽക്കാൻ ഉള്ള പാസ്സുള്ള ടൈമിങ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ുട്ടോ കോഴിക്കുത്തിന് ചെയ്ത് വെച്ചേക്കുന്നു. മക്കളെ നോക്കിയോ, സ്റ്റെപ്പ് നോക്കിയോ? നോക്കിയോ ഇവിടെ നമുക്കൊരു തൂക്കുപാലം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴി കയറി തൂക്കുപാലം വഴി കയറി നമുക്ക് എക്സിറ്റിലോട്ട് പോകും. അത് അങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് ഇതുവഴിയും കയറാം. ഈ ഒരു സൈഡിൽ ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പോലെ, അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നതല്ല, ജസ്റ്റ് ഒരു വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഊട്ടിയിലെ തന്നെ ആദ്യത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ്. അത് നമ്മുടെ കർണാടക ഗാർഡനിലുള്ളതാണ്.
ആടുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ കർണാടക ഗാർഡൻ കണ്ട് ഇറങ്ങാൻ പോവുകയാണ്. സമയം 7 മണിയായിട്ടുണ്ട്, ക്ലോസിങ് ടൈമായി. അങ്ങനെ സെക്യൂരിറ്റീസ് അവിടെ നിന്ന് ഇത് വിസിലൊക്കെ അടിക്കുന്നുണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.